അത് ആദ്യം ചുരണ്ടി കളഞ്ഞതിന് ശേഷം കൈ കൊണ്ടെടുത്ത് കളാം. അതങ്ങനെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം അതാണ് കഴിക്കേണ്ടത്. മത്തി ചുട്ടത്, സീ ബ്രീം ഗ്രിൽ, ഇതാണ് നമ്മുടെ അല്ല. ഈ മലയാളി ആംഗിളിൽ ചിന്തിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു കൊനസ്റ്റ് കണ്ടുപിടിക്കണമല്ലോ. എന്തെങ്കിലും കൊനസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഭയങ്കര കൊനസ്റ്റ് ഉണ്ട്. പറ. ഇത് പൊളിച്ചെടുക്കാൻ ഭയങ്കര കലേശേട്ടാ, ഷൂട്ടിങ്ങും കാര്യമൊക്കെ കറക്റ്റ് തന്നെ സംഭവം. പള്ളേ പൈക്ക് നിങ്ങൾ ഈ കളി ഉണ്ടല്ലോ, മുഴി ഫോണും ക്യാമറ ആയിട്ട് പോകുന്ന ആ പരിപാടി ഒരാഴ്ചയാണ് ഭയങ്കര. ഇവിടെ സീ ഫുഡ് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. സീ ഫുഡ് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ക്യാമറ ആയിട്ട് കളിക്കാന്നുള്ളത് കളിയാ നടക്കൂല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അന്നൊന്നും വേണ്ട. ഇയാളെ കൂടെ കൂട്ടരുത്. ആ ഒരു തീരുമാനം നമ്മൾ ഇന്ന് എടുക്കൂ. മൊബൈൽ ഇല്ലാത്ത രാജ് കലേഷ് ദിവാകരൻ മാത്രമേ ട്രിപ്പിന് വരാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ല, ഒരു മൊബൈലായിട്ട് വന്നോട്ടെ. ഇത് 3 മൊബൈലായിട്ടല്ലേ വരവ്. സീ ഫുഡ് റെസ്റ്റോറന്റിലേക്കാണോ നമ്മൾ കഴിക്കാൻ പോകുന്നത്? സെക്കൻഡ് ഫ്ലോർ, ഫിഷ് മാർക്കറ്റ് സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ഫിഷ് മാർക്കറ്റ് സെക്കൻഡ് ഫ്ലോർ. സീ ഫുഡ് കഴിച്ച് നടക്കാം. അലക്സാൻഡ്രിയയിലെ പ്രശസ്തമായ സീ ഫുഡ് റെസ്റ്റോറന്റിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രസന്റഡ് ബൈ എടാ ഞണ്ടിന്റെ കാല് മീനിന് നമുക്ക് മീനിന് ഞണ്ടിന്റെ കാല്. ദീദി ദീദി പാടിയ ഖാലിദ് മുതൽ ഹിഷാം അബ്ബാസ്, ഒരുപാട് സിംഗേഴ്സ്, ഒരുപാട് യാസർ അറാഫത്ത് വരെ, അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, സൈഫ് അലി ഖാൻ, അങ്ങനെ ഒരുപാട് ഖാൻമാരൊക്കെ വന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. ഒരുപാട് താരങ്ങൾ വന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇന്ന് നമ്മളും അവിടെ നിന്ന് കഴിക്കാൻ പോവാണ്. പെട്ടെന്ന് ഓടിച്ച് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ബോണിയം എന്ന് പറയുന്ന ടീം വരെ ഇവിടെ നിന്ന് കഴിക്കാൻ വന്നിട്ടുണ്ട്. السلام عليكم. سلام. وحشني يا عم. اخبارك؟ قلت لي هنزل ومش هنزل، ولا رحت ولا نزلت يا صاحبي. വിഭ്രമരാഗങ്ങളാണ് വിഭ്രമരാഗം. انا في اسكندريه والله معايا شغل. ഈ റെസ്റ്റോറന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് മുഴുവൻ ബീച്ചിന്റെ വ്യൂ ആണ്. അലക്സാണ്ട്രിയ ബീച്ച് മുഴുവൻ കാണാം. ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മുഴുവനല്ലേ. ഇവിടെയൊക്കെ പോണേ നമുക്ക്. അലക്സാണ്ട്രിയ ബീച്ച് അതിമനോഹരമായ കാഴ്ചയാണ് മക്കളെ, കാണേണ്ട കാഴ്ചയാണ്. നമ്മൾ ഫിഷ് മാർക്കറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ലെവൽ 2-ൽ വന്നു കഴിഞ്ഞാൽ, 2ാം നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയ റെസ്റ്റോറൻറ്റ് ഒരുപാട് പേര് നിരന്നിരുന്ന കാഴ്ച, ആഹാരം കഴിക്കുന്ന കാഴ്ച കാണാം. ഒരു രക്ഷയിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ബീച്ചിൻ്റെ കാഴ്ച. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ പേല റൈസ് പറഞ്ഞായിരുന്നു. ഈ റൈസ് പറഞ്ഞിട്ട് ഇവിടെ ഓർഡർ ചെയ്താൽ പറ്റില്ല, അവിടെ പോയി ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ പോയി ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ പോയി ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ വിശന്ന് ചാവും. ഞാൻ ഓർഡർ ചെയ്തിട്ട് പേല റൈസ് പറയാൻ തീരുമാനിച്ചു. 6 പേർക്കുള്ളത്. ശരിക്കും ബിരിയാണി പോലെ ഉണ്ടാവും. അതിനകത്ത് പിന്നെ കൊഞ്ചുണ്ടാവും, കല്ലുമ്മക്കായ ഉണ്ടാവും, ഞണ്ടും ഉണ്ടാവും. ഇത് 3 കൂടെ ഇട്ടിട്ട് മഞ്ഞ റൈസ് നമുക്ക് വേവിച്ച് സീ ബ്രീം മാൻ. സീ ബ്രീം 1 സീ ബ്രീം ഗ്രിൽ. 1 സീ ബ്രീം ഗ്രിൽ. Sardine fish, sardine curry or sardine grill. Okay, sardine grill. വന്നിട്ടുണ്ട് ചെറിയ കുഞ്ഞമത്തിയാണ്. This sardine from Egypt. ഈജിപ്തിൽ നിന്ന് വന്ന മത്തി. അതുപോലെ സീ ബ്രീം ഫ്രം ഈജിപ്റ്റ്. ഓ,
ഓക്കെ. ഈ കടലിൽ നിന്നുള്ള സീ ബ്രീമാണ്, ഈ കടലിൽ നിന്നുള്ള കുഞ്ഞമത്തിയാണ്, ഈ കടലിൽ നിന്നുള്ള ചെമ്മീനാണ്. എല്ലാ സാധനങ്ങളും ഈ കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. ഫ്രഷ് ആയിട്ടുള്ള മീൻ നമ്മളിവിടെ ഫിഷ് മാർക്കറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഷെഫ്, വാട്ട്സ് യുവർ നെയിം? മുഹമ്മദ് ഷെഫാണ് നമുക്ക് ഉണ്ടാക്കി തരാം. താങ്ക് യു ശുക്രൻ. നമ്മൾ ഓർഡർ ചെയ്യാൻ പോയ സമയത്ത് നിങ്ങൾ വേറെ ഓർഡർ ചെയ്തല്ലേ? മാത്തുക്കുട്ടി ഇത് ചതിയാണ്. മാത്തുക്കുട്ടി ചതി. ഹമൂസും പിന്നെ വേറെ ഈ സാധനം ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. മുഹമ്മാര മോമാരെ പറഞ്ഞു. rice. Yeah. Wow. Buon appetito. Yeah, fella rice. സംഭവം നേരെ ഓഫീസിലുണ്ട്. ഞാൻ നമ്പർ അയച്ചുതരാം. ഇങ്ങനെ വിളിച്ചു. Okay, very hot plate. ഇതാണ് മത്തി ചുട്ടത്. എന്താ പറയാ, സർദീനോ അസാദോ മത്തി ചുട്ടത്. ഇതോ സീബ്രീം ഗ്രിൽ. റാഷിദ് അബ്ബാസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സീബ്രീം ഗ്രിൽ. മത്തി ചുട്ടത്. ഇതാണ് നമ്മുടെ ഫേവറേറ്റ്. ശരിക്കും റൈസിന് ഭയങ്കര ഫ്ലേവർ അല്ലേ? ഇത് മൂന്നും കൂടെ ചേർത്ത് വേവിച്ചിട്ട് റൈസ് ടോപ്പ് അല്ലേ? കണ്ടപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷയില്ല. ഇനി നമ്മളെ കൂടെ ഒരു പ്രശസ്തനായ ഷെഫ് ഉള്ളത് കൊണ്ട് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് പാടുന്നില്ല. പിന്നെ വരുന്ന സാധനമൊക്കെ നല്ല ടേസ്റ്റിലാണ് വരുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന മത്തിയാണ്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട മത്തിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് രാശി ഓർഡർ ചെയ്താണ് ആ മത്തി, കുഞ്ഞമത്തി. ഈ മത്തി കഴിക്കേണ്ട അങ്ങനെയല്ല പ്രസാദേട്ടാ, അതിന്റെ ചെതുമ്പൽ എടുത്ത് കളയണം. അങ്ങനെ അത് ചുരണ്ടി കളയണം. അങ്ങനെയാണ്. ഇത് സർദീനോ അസാദോ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ഡിഷാണ്. അത് ആദ്യം ചുരണ്ടി കളഞ്ഞതിന് ശേഷം കൈ കൊണ്ടെടുത്ത് കളാം. അതങ്ങനെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം അതാണ് കഴിക്കേണ്ടത്. ഏത് കടലിലെ ഫിഷാണിത്? മെഡിറ്ററേനിയൻ കടലിലെ ഫിഷാണ്. മെഡിറ്ററേനിയൻ ആണല്ലേ? അപ്പൊ ഇതൊക്കെ മറ്റേ മാൾട്ട വരെ ഉള്ളത്. അതെ. ഹബീബി, സർദീനോ അസാദോ? സർദീൻ ഫിഷ്. Good? Yes, very good. Very good. Fresh. സർദീന. Yeah. മത്തിയാണ് ഈ സർദീന എന്ന് പറയുന്ന സാധനം. നമ്മുടെ കടലിലെ പോർച്ചുഗീസുകാർ കൊണ്ടിട്ടതെന്നാണ് പറയപ്പെടുന്നത് ഈ കുഞ്ഞമത്തി. എന്തായാലും ഇവിടെ സൂപ്പർ ഹിറ്റ് ആയി മാറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കുഞ്ഞമത്തി? ഗംഭീരം. മീൻ കറിയല്ലേ ഇത്? ചുട്ടെടുത്ത സർദീന അസാദോ. ഈ വാസ്കോഡ ഗാമ വന്നതിന്റെ പിന്നാലെ ഈ കടലിൽ മത്തി പിടിച്ചു നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് അവരൊരു കടലിൽ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ആ ടാങ്കിൽ മത്തിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അറബിക്കടലിൽ ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഈ മെഡിറ്ററേനിയൻ കടലിലാണ് ഇത് വളരുന്നത്. ഞാൻ ഈ സീബ്രീം നമ്മൾക്ക് ദുബായിൽ നിന്ന് കിട്ടാറുണ്ട്. അതിന് ടേസ്റ്റ് ഇല്ലല്ലോ? ടേസ്റ്റ് ഇല്ല, കാരണം അത് അവിടെ നിന്ന് ഇവിടുന്ന് തുർക്കിഷിന്നൊക്കെ വരുന്ന സാധനമാണ്. ബോക്സിൽ വരുന്ന സാധനമാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. കോൾഫിഷാണ്. ഈ സാധനം ഈ കടലിൽ തന്നെ ആണെന്ന് അവർ പറയുന്നതല്ല, കറക്റ്റാണ്. അപ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ വ്യത്യാസം കിട്ടും. കറക്റ്റാണ്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഒരിക്കലും മോശമായിട്ടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ കഴിപ്പ് തുടങ്ങാൻ പോടാ. ജീവിതകാലം മുഴുവൻ ഈ മീനെല്ലാം ഉപ്പുള്ളത്തിൽ കിടന്നാണ്. പിന്നെ അതിന് വീണ്ടും ഉപ്പുണ്ടല്ലോ അല്ലേ? അതെ. മതി. താങ്ക് യു. ഇനി അതങ്ങോട്ട് കമ്മിക്കാൻ മതി. ഈ റൈസിന്റെ ഫ്ലേവർ ഒരു രക്ഷയില്ലാത്തതാണ്. കാരണം ഈ ഞണ്ടും കൊഞ്ചും കല്ലുമ്മക്കായും ഇതിനകത്ത് കിടന്ന് വേവുന്നതാണ്. അതിൻ്റെ ജ്യൂസ് മുഴുവൻ ഈ റൈസിൽ ഇറങ്ങിയിട്ടാണ് ഈ റൈസിന് ഇത്രയും ഫ്ലേവർ കിട്ടുന്നത്. ഓ, അങ്ങനെയാണല്ലേ? ഒന്നെണ്ണി കാണിക്കടാ. 1 2 3 4 5 1 2 3 4 5 500 500 രൂപ.
ഒരാൾക്ക് 100. 100 रुपया कम. 6. Okay. Okay. Okay, thank you. 5 tickets. 5 ticket. Maharaja Fiza. Maharaja Fiza. മെഡിറ്ററേനിയൻ കടൽ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ ഐറ്റമാണ്, ഈ കോട്ടയാണ് ക്വൈറ്റ് ബേ സിറ്റഡൽ അല്ലെങ്കിൽ ഫോർട്ട് ക്വൈറ്റ് ബേ. 100 ഈജിപ്ഷ്യൻ പൗണ്ടാണ് വിദേശികൾക്ക് ഇതിനകത്ത് പ്രവേശിക്കാനുള്ള ചാർജ്. ഈ കോട്ട ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ സ്ഥാനത്ത് ഒരു ലൈറ്റ് ഹൗസ് ആയിരുന്നു. അതിനെ ഓൾഡ് ലൈറ്റ് ഹൗസ് എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അക്കാലത്ത് പൗരാണിക ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതായിരുന്നു ആ ലൈറ്റ് ഹൗസ്. 14-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ഭൂകമ്പത്തിൽ അത് പൂർണ്ണമായിട്ടും തകർന്നുപോയി. അതിനുശേഷമാണ് ഇവിടെ ഈ കോട്ട ഉണ്ടാക്കിയത്. തുർക്കികളിൽ നിന്നും അലക്സാണ്ട്രിയെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ കോട്ട ഉണ്ടാക്കലിന്റെ ഉദ്ദേശം. 15-ാം നൂറ്റാണ്ടിലാണിത് നിർമ്മിച്ചത്. മംലൂദ് സുൽത്താൻ അൽ അഷ്റഫ് ക്വൈറ്റ് ബേ നിർമ്മിച്ചതാണിത്. 16-ാം നൂറ്റാണ്ടിൽ ഓട്ടോമാൻ യുദ്ധവും 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈജിപ്തിലേക്ക് ഫ്രഞ്ച് അധിനിവേശവും ഉൾപ്പെടെ ചെറുതും വലുതുമായ ഒരുപാട് സംഘർഷങ്ങളെ ചേർത്ത കോട്ടയാണിത്. ഓട്ടോമൻ കാലഘട്ടത്തിൽ ജയിലായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. 20-ാം നൂറ്റാണ്ടിൽ നവീകരിച്ച് ഒരു മ്യൂസിയം ആക്കി മാറ്റുകയും ചെയ്തു. കോട്ടയുടെ വാതിൽ ഒരു 1.5 വാതിലാണ്. കതകുകൾ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആർച്ച് രീതിയിൽ ഇഷ്ടിക പടുത്താണ് അടുത്ത നിലകൾ നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയ്ക്ക് മുകളിലായി ഈജിപ്ഷ്യൻ ഫ്ലാഗ് പാറി പറക്കുന്നു. നമ്മൾ താജ്മഹലിൽ കണ്ടിട്ടുള്ള പോലെ നീലാകാശമാണ് കോട്ടയുടെ ബാക്ക്ഗ്രൗണ്ട്. മുന്നിലത്തെ ഹാളിൽ നിന്നും അകത്ത് കടന്നാൽ ഈ കോട്ടയിലെ ഏറ്റവും വലിയ ഗോപുരം കാണാം. അതിനുള്ളിലൂടെ നോക്കിയാൽ ആകാശം കാണാം. അതുപോലെ വളരെ മനോഹരമായ ഫ്ലോറിംഗ് ആണ്. പല കളറിലുള്ള കല്ലുകൾ പതിച്ചിട്ടാണ് അത് അത്രയും ഭംഗിയാക്കിയിരിക്കുന്നത്. പ്രധാന ചുവരുകൾക്കെല്ലാം 1 മീറ്ററിലധികം വീതിയുണ്ട്. മുകളിലേക്ക് കയറിയാൽ പല വലിപ്പത്തിലുള്ള മുറികൾ കാണാം. ചില മുറികളിൽ കിളിവാതിലുകളുണ്ട്. അതിലൂടെ നോക്കിയാൽ പുറത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം. ചില ഭാഗത്ത് കടലും കടൽ തീരവും മറ്റു ചില ഭാഗത്ത് നഗരവും കാണാം. ഏറ്റവും മുകളിലെത്തിയാൽ മനോഹരമായ കാഴ്ചകളും ഉഗ്രൻ കാറ്റുമാണ്. ഈ കോട്ടയുടെ അടിഭാഗത്തായി സെല്ലാറുണ്ട്. അതിനുള്ളിൽ നല്ല എക്കോയാണ്. ഈജിപ്തിലെ അലക്സാണ്ട്രിയ ഫോർട്ടിന് താഴെ വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്കോ റൂമുണ്ട്. ഇതിനകത്ത് ഒട്ടും പാട്ടുകാരല്ലാത്ത ആളുകൾ പോലും പാട്ടുകാരാക്കി മാറ്റാൻ കഴിയുന്ന ഒരു എക്കോ സിസ്റ്റം ഉണ്ട്. എക്കോ സിസ്റ്റം ആ എക്കോ സിസ്റ്റം അല്ല, എക്കോ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മനുറക്കമായി ഉണർത്തരുതേ, എന്നോ മനുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ
ആർക്കും പാട്ടുകാരനാവാം. അതാണ് എക്കോ റൂം. ഹലോ ചെക്ക് ചെക്ക് ചെക്ക്, ഹലോ ചെക്ക് ചെക്ക് ചെക്ക്, ഹലോ. ഇതാണ് എക്കോ റൂം. എക്കോ റൂം, എക്കോ റൂം. ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നാലാണ് എക്കോ റൂം. ഹബീബി, ഹബീബി താൽ, ഹബീബി, ഹബീബി താൽ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈ എന്താ തോന്നിയത്? ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈ എന്താ തോന്നിയത്? ഫ്ലാഗ് ടോപ്പ്. എത്ര വർഷം മുമ്പ് എടുക്കാം, ഒരു ടെക്നോളജി ഇല്ലാത്ത ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം പണിയാൻ അതായത് ഒരു മതിലിന് തന്നെ 4 അടി വീതി, 4-5 അടി വീതി ഒരു മതിലിന് തന്നെ. നമ്മളാണെങ്കിൽ ഇഷ്ടിക 2 ഇഷ്ടിക വെച്ചപ്പോ ഒരു ഇഷ്ടികയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മതില് പണിയാൻ. അതിൽ നിന്ന് മാറി കാർഡ്ബോർഡിലോട്ടാ, പ്ലൈവുഡിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. സത്യം, ഇതിന്റെ വാർപ്പില്ല ഇതിനകത്ത് കോൺക്രീറ്റ് ഇല്ല. ഈ ആർച്ച് ആക്ഷൻ ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ ചുണ്ണാമ്പിടുകയാണ് ചെയ്യുന്നത്. ഈ ആർച്ച് ആക്ഷനിലാണ് ഈ സാധനം മുഴുവൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും എപ്പോഴും. മൾട്ടിപ്പിൾ ആർച്ച് വെച്ച്. അതെ അതെ. പിന്നെ അതിന്റെ ആ ബ്രിക്സുകൾ, മേലേന്ന് വരുന്ന ബ്രിക്സുകൾ അത് ലോക്കിംഗ് ടൈപ്പിനാണ് പോകുന്നത്. അതായത് കോണിക്കൽ ടൈപ്പ് ആയിരിക്കും. എത്ര ഫോഴ്സ് വന്നാലും ഒരു പ്രശ്നമില്ല. അവിടെ അതിന് ഇപ്പൊ എന്താ ആർക്കിടെക്ട്സിന് ഇത്രയും ധൈര്യമില്ലാത്ത? ആർക്കിടെക്ട്സിന് ഇപ്പോഴത്തെ ധൈര്യക്കുറവൊന്നുമില്ല. പക്ഷെ ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അതിനാരും തയ്യാറാവില്ല ഇത്രയും കട്ടയും സംഭവങ്ങളെല്ലാം കൊണ്ട് ചെയ്യാനായിട്ട്. പിന്നെ അസംസ്കൃത സാധനങ്ങൾ കിട്ടും, ഇത്രയും ക്വാളിറ്റി മെറ്റീരിയൽ കിട്ടും, പാറയും കല്ലും സാധനങ്ങളൊക്കെ കിട്ടണം. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു കോറിയിലൊക്കെ വെച്ചിട്ട് ഇത് പൊട്ടിച്ചെടുക്കാനോ ഇതിനൊന്നും എൻവയറമെന്റിലെ പെർമിഷനോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ തടസ്സങ്ങളുണ്ട്. ഇത്രയും റോക്ക് തന്നെ പല ഭാഗത്തുനിന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ടാണ്. അതെല്ലാം കായിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷന് ഉപയോഗപ്രദമാകുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇപ്പോൾ ഉള്ള കൺസ്ട്രക്ഷൻസ്. 2 പട്ടികയിലും ഉണ്ടെന്നൊക്കെ അടിക്കുക, അതിന്റെ മുകളിൽ വാർക്കുക. എടാ, മലയാളി ആംഗിളിൽ ഒരു കുറ്റം പറഞ്ഞേടാ ഇതിനെ പറ്റി. സംഭവിച്ചാലേ ലിഫ്റ്റ് ഇല്ല. ഇത് മലയാളി ആംഗിൾ ആണ്. മലയാളി ആംഗിൾ എന്താ വേണ്ടേ? അല്ല, ഈ മലയാളി ആംഗിളിൽ ചിന്തിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു കൊനസ്റ്റ് കണ്ടുപിടിക്കണമല്ലോ. എന്തെങ്കിലും കൊനസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഭയങ്കര കൊനഷ്ടുണ്ട്. പറ. ഇത് പൊളിച്ചെടുക്കാൻ ഭയങ്കര എങ്ങനെ ചുണയുണ്ടെങ്കിൽ ഒന്ന് പൊളിച്ചു നോക്കല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെയൊക്കെ ഒരു ബിൽഡിംഗ് പണിതിട്ട് പൊളിക്കണമെങ്കിൽ ഷൂ എന്ന് പറഞ്ഞ് പൊളിക്കാം. ഇത് അങ്ങനെ എങ്ങനെയൊന്നും വന്നാൽ പൊളിക്കാൻ JCB വെച്ചൊന്നും പൊളിക്കാൻ പറ്റില്ല. JCB വെച്ചൊന്നും പൊളിക്കാൻ പറ്റില്ല. ബോംബിടണം, എന്നാലും ഇത് പൊളിക്കുന്ന എനിക്ക് തോന്നുന്നു.